ഇവിടെ ശ്രീ പവിത്രൻ കൂടി ചേർന്നു. സലാല, നിങ്ങളെ സംബന്ധിച്ച്, മലയാളി പ്രവാസികളെ സംബന്ധിച്ച് വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം അവിടേക്ക് ആദ്യമായിട്ടാണ് ഒരു കേരള മുഖ്യമന്ത്രി എത്തുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലൊന്നും നടക്കില്ല, കേരളം അങ്ങനെയാണ് എന്ന് പലപ്പോഴും പ്രവാസികൾ ആ രാജ്യങ്ങൾ, നിങ്ങളൊക്കെ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ വലിയ സൗകര്യങ്ങളും വികസനവും ഒക്കെ കാണുമ്പോൾ എത്രയോ കാലം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ആ മനോഭാവം മാറുന്നുണ്ടോ? നവകേരളമാണ്, കേരളത്തിന് വലിയ മാറ്റമുണ്ടെന്ന് ഞങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്? പ്രവാസികൾക്ക് വേണ്ടി സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണോ മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചത് സലാലയിൽ? ശ്രീ പവിത്രൻ. തീർച്ചയായും ശരത്തെ, സലാലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് സലാലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത്. സലാല എന്ന് പറയുമ്പോ ശരത്ത് കേട്ടിട്ടുണ്ടാവാം, ഒരു പക്ഷേ കേരളത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് സലാല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തു നിന്നുള്ള പരമാവധി മലയാളികൾ മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് ഒഴുകി വരികയായിരുന്നു. എന്തുമാത്രം ആളുകളുണ്ടായിരുന്നു? നേരത്തെ ബഹ്റിനിൽ നിന്നുള്ള തീർച്ചയായും പിന്നെ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും വേണ്ടി നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി, സലാലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകി വരികയായിരുന്നു. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനെതിരായി നിരവധി സംഘടനകൾ, ഇവിടെയുള്ള പല സംഘടനകളും പത്രസമ്മേളനം നടത്തി, വാർത്താ സമ്മേളനം നടത്തി വരെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സലാലയിലെ മലയാളി സമൂഹം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇവിടെ ഒഴുകിയെത്തിയത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. ജനങ്ങൾ ആവേശത്തോടു കൂടി മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുണ്ടായിരിക്കുന്ന ഒരു കാരണത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിനെ പ്രവാസികൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷേമനിധിയൊക്കെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നിരവധി ആൾക്കാർ ക്ഷേമനിധിയിൽ അംഗമാകാൻ വേണ്ടി ആവേശത്തോടു കൂടി കടന്നു വരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രവാസിക്കാൻ നോർക്ക ID കാർഡ്, നോർക്ക കെയർ, ഈ ക്ഷേമനിധി, ഇതൊക്കെ ഈ സമീപകാലത്തെ മുൻപില്ലാത്ത വിധം വന്നൊരു മാറ്റമാണോ? അത് പ്രവാസികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടോ, താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്രവാസി ID കാർഡും അതുപോലെ തന്നെ ഈ ക്ഷേമനിധിയിലും അംഗമാവുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ, ഞങ്ങളിവിടെ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൈരളിയുടെ ഓഫീസിനകത്ത് ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിൽ ഈ ക്ഷേമനിധിയിൽ അംഗമാവുന്നതിനും അതുപോലെ തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതിനു വേണ്ടിയും, അതുപോലെ ഈ അടുത്ത കാലത്തായി തുടങ്ങിയിരിക്കുന്ന പ്രവാസി കെയർ ഇൻഷുറൻസ് സ്കീമിലേക്ക് ആൾക്കാർ ചേരുന്നതിനും ആവേശത്തോടു കൂടി ആൾക്കാർ കടന്നു വരികയാണ്. അതിന്റെ കാരണം ഈ ഇടതുപക്ഷ സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. ഈ പ്രവാസികളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കടന്നുവരവ്. ശരി.